പത്തനംതിട്ട തിരുവല്ലയിൽ 20 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. പാലക്കാട് തിരുമറ്റക്കോട് സ്വദേശികളായ അമീൻ, ഉനൈസ് എന്നിവരാണ് പിടിയിലായത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ അജിത്ത് IPS അവരുടെ ഡാൻസ് ഓഫ് ടീമിൻ്റെ നേതൃത്വത്തിൽ തിരുവല്ല പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത റെയ്ഡിൽ KL 77B 3319 പിക്കപ്പ് വാനിൽ കൊണ്ടുവന്ന ഏകദേശം 54 ചാക്ക് 16,000-ഓളം പാക്കറ്റ് ഹാൻഡ്സ് ഉദ്ദേശം 20 ലക്ഷം രൂപ വരും റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുവന്ന അമീൻ, ഉനൈസ് എന്നീ പാലക്കാട് സ്വദേശികളായ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ മുമ്പ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ളതെന്നാണ് അറിഞ്ഞ്. അതുകൊണ്ട് പല സ്ഥലത്തോട്ട് ഇവർ ട്രാൻസ്പോർട്ടേഷൻ ഈ ഹാൻഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുള്ളതായിട്ടാണ് അറിവ്. അതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ അറിഞ്ഞേക്കുന്നത്. അതിൻ്റെ കൂടുതൽ അന്വേഷണം നടക്കുന്നു. അഖിൽ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അഖിൽ, ഏകദേശം 20 ലക്ഷത്തോളം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് എന്ന് കരുതുന്നു. ഇത് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നതായിരുന്നോ? ഈ പിടികൂടിയവരുടെ വിവരങ്ങൾ എന്താണ്? ഇവർ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരാണോ? അമൃത, ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഡാൻസ് ഓഫിന്റെ സഹായത്തോടു കൂടി ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ പിടികൂടിയത്. അതായത് ഈ സവാള ചാക്കുകൾക്കിടയിൽ, ഈ പച്ചക്കറിയാണ് എന്ന് വ്യാജേന സവാള ചാക്കുകൾക്കിടയിലാണ് ഈ 20 ലക്ഷം രൂപയുടെ ഈ 45 ചാക്കുകളായിട്ട് ഹാൻഡ്സുകൾ കൊണ്ടുവന്നത്. ഇത് തിരുവല്ലയിലെ മൊത്ത കച്ചവടക്കാർക്ക് കൈമാറാനായി എത്തിച്ചതാണ് എന്നുള്ളതാണ് പോലീസിന്റെ വിഷയം. ഇത് ആരാണ് എന്നുള്ള അന്വേഷണം ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് 2 പേരും, അതായത് പാലക്കാട് തിരുമിറ്റക്കോട് സ്വദേശികളാണ് ഈ പിടിയിലായ 2 പേരും, അമീനും ഒപ്പം തന്നെ ഉനൈസ് എന്ന് പറയുന്ന 2 പേര്. അപ്പോൾ ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമാണ് ആർക്കാണ് ഇവർ ഇത് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വരൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇത് തിരുവല്ലയിലെ ഒരു മൊത്ത കച്ചവടക്കാർക്ക് വേണ്ടി എത്തിച്ചതാണ് എന്നുള്ള വിവരം തന്നെയാണ് പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും ഈ 2 പേരെയാണ് നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നത്. ഈ പച്ചക്കറി സവോള ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ 45 ചാക്കുകളും ഉണ്ടായിരുന്നത്. എന്തായാലും 2 പേരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഏകദേശം 20 ലക്ഷം രൂപയാണ് ഇതിന് ഏകദേശം തുകയായി ഈ പിടികൂടിയ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾക്ക് തുകയായി കണക്കാക്കുകയും ചെയ്തു. എന്തായാലും തുടർ അന്വേഷണം ചെയ്തതിനു ശേഷം മറ്റ് കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരൂ എന്നാണ് എന്തായാലും പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി അഖിൽ.